ഇനി കുറേ ദിവസങ്ങളായി പ്രേക്ഷകരുടെ ഒരു പരാതി. ആ പരാതി ഞാൻ തീർക്കാൻ പോവാണ്. പാട്ട് പാടുന്നില്ല എന്നാണ് പരാതി. പക്ഷേ പാട്ടിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പാട്ടറിയാവുന്ന ഒരാളാണ് ഇന്ന് പാട്ട് പാടാൻ പോകുന്നത്, ഞാനല്ല. വിധിയുടെ വെല്ലുവിളികളെ സംഗീതം കൊണ്ട് തോൽപ്പിച്ച ശുഭ രഘുനാഥ് എന്ന പിന്നണി ഗായികയുടെ വിശേഷങ്ങളിലേക്കാണ്. വിശേഷങ്ങൾക്കൊപ്പം മനോഹരമായ ഗാനങ്ങളും കേൾക്കാം. കൊല്ലത്ത് നിന്ന് ആർ അരുൺ രാജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമസ്കാരം. ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടറുള്ളത് കരുനാഗപ്പള്ളി ഇടക്കുളങ്ങരയിലാണ്. കരുനാഗപ്പള്ളി സ്വദേശിയായ ശുഭ രഘുനാഥിൻ്റെ വിശേഷങ്ങളാണ്. നാടക ആലാപനത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ 5 തവണ അവാർഡ് ലഭിച്ച ഗായികയാണ് ശുഭ രഘുനാഥ്. ശുഭയുടെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മളുടെ കാഴ്ചകൾ പോകുന്നത്. ഞാനൊരാവണിത്തെന്നലായി മാറി, 1000 ഉന്മാദ രാത്രികൾ തൻ ഗന്ധം ആത്മതലത്തിൽ തുളുമ്പി, ആത്മതലത്തിൽ തുളുമ്പി. ആ വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരു ഗാനത്തോടാണ് നമ്മൾ ഇതിനെ ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ വരവേൽക്കുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് ശുഭ ചേച്ചിയാണ്. നമസ്കാരം. നമസ്കാരം. വലിയ ഏറെ നാളത്തെ കാത്തിരിന് ശേഷം വീണ്ടും ഗായിക ലോകത്ത് സജീവമാവുകയാണ്. ഗായികൻ്റെ മുഴുവൻ ഇതിലേക്ക് എത്തുകയാണ്. എങ്ങനെയുണ്ട്? ഒരു വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ തിരിച്ചു വരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഒത്തിരി പേരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. പിന്നെ ദൈവാനുഗ്രഹവും. എൻ്റെ ജീവനാണ് എൻ്റെ സംഗീതം. കുറച്ച് ബ്രേക്ക് വന്നു, ഒരുപാട് വിഷമത്തിലായിരുന്നു ഞാൻ. ഇപ്പോൾ തിരിച്ചു വന്നതിലുള്ള വലിയൊരു സന്തോഷത്തിലാണ് ഞാൻ. മലയാള നാടക പിന്നണി ഗാനരംഗത്ത് നിറഞ്ഞു നിന്ന ശുഭ രഘുനാഥിന്റെ ജീവിതത്തിലെ അശുഭ മുഹൂർത്തം 1 വർഷം മുമ്പായിരുന്നു. പക്ഷാഘാതത്തിന്റെ രൂപത്തിലായിരുന്നു ദൗർഭാഗ്യം പിടികൂടിയത്. അറിയപ്പെടാതെ പോകുന്ന ഒരുപാട് പേരുണ്ട്. ഒരു ബ്രേക്ക് വന്നാൽ പിന്നീട് കരിയറിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്തവരുണ്ട്. പക്ഷേ ഒരു നിശ്ചയദാർഢ്യം, തിരിച്ചു വരണം എന്നുള്ള നിശ്ചയദാർഢ്യം എപ്പോഴും ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഒരു സ്ട്രോക്ക് വന്ന് അതിന് ശേഷം ആണ് ഈ പാട്ടിലേക്ക് അത് ബാധിച്ചത്, പാട്ടിൻ്റെ വിഷയത്തിലേക്ക് ബാധിച്ചത്. അപ്പോൾ അന്ന് തൊട്ടേ എനിക്ക് പാടണം, എൻ്റെ ജീവനാണ്, എനിക്കത് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള വലിയൊരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. ചിലപ്പം അങ്ങനെയുള്ള ആഗ്രഹമായിരിക്കാം ഇതിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചത്. സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ. കേൾവിശക്തി തകരാറിലായി. ഉച്ചസ്ഥായിയിലുള്ള ശബ്ദബീജികൾ കേൾക്കാൻ കഴിയാതായി. തന്നെക്കാൾ ശുഭ സ്നേഹിച്ച സംഗീത രംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരെ വന്നു. ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ ഞാനൊരാവണിത്തെന്നലായി മാറി, കന്നിനിലാവത്ത് കസ്തൂരി പൂശുന്ന വിധിയെ പഴിച്ച് സംഗീതത്തെ മറക്കാൻ ശുഭ ഒരുക്കമല്ലായിരുന്നു. കേൾക്കാൻ, വീണ്ടും പാടാൻ ശുഭ അന്വേഷണം ആരംഭിച്ചു. ഒടുവിൽ വിദേശ നിർമ്മിത ശ്രവണ സഹായി ഉപയോഗിച്ച് കേൾവിക്കുറവ് പൂർണ്ണമായി പരിഹരിച്ചു. ശുഭയുടെ സുഹൃത്തുക്കളുടെ പരിശ്രമങ്ങൾക്കൊപ്പം മലയാള ചലച്ചിത്ര പിന്നണി ഗായകരുടെ സംഘടനയായ സമത്തിന്റെ കൈയും ചേർന്നപ്പോൾ ശ്രവണ സഹായി സ്വന്തമാക്കാനായി. ഇന്ന് ശുഭ സംഗീത ലോകത്തേക്കുള്ള തന്റെ 2ാം വരവ് ഗംഭീരമാക്കുകയാണ്. വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ, വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ. ചെറുപ്പം മുതലേ ഞാൻ സംഗീതത്തിൽ അഭിരുചിയുള്ള ആളായിരുന്നു. പിന്നെ സംഗീതം പഠിച്ചു തുടങ്ങി എൻ്റെ ആദ്യ ഗുരുനാഥൻ വെൺമണി സുകുമാരൻ സാറിൻ്റെ ശിക്ഷണത്തിൽ, പിന്നെ അതിനുശേഷം പന്തളം ജി പ്രദീപ് കുമാർ സാറിൻ്റെ ശിക്ഷണത്തിൽ സംഗീതം അഭ്യസിച്ചു തുടങ്ങി. പിന്നെ സ്വാരുന്ന സംഗീത കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ. പിന്നെ എൻ്റെ കുടുംബവും സംഗീത പാരമ്പര്യമുള്ള കുടുംബം തന്നെയായിരുന്നു. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ. സംഗീതം നൽകിയ മനക്കരുത്താണ് ഈ മടങ്ങിവരവിന് സഹായിച്ചതെന്ന് ശുഭ പറയുന്നു.
പാട്ടിനെ പ്രാണനായി കരുതിയുള്ള യാത്രയിൽ ഇന്ന് ശുഭ വിജയത്തിന്റെ തീരത്താണ്. ബാൻഡ് ദ്രുത എന്ന മ്യൂസിക്കൽ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന ശുഭയ്ക്ക് അനേകം ശിഷ്യഗണങ്ങളും ഇന്നുണ്ട്. സ്വർണ്ണമീനിന്റെ ചേലൊത്ത കണ്ണാളെ എൻ്റെ രോമാഞ്ചമായി മുന്നിൽ വാ. സ്വർണ്ണമീനിന്റെ ചേലൊത്ത കണ്ണാളെ എൻ്റെ രോമാഞ്ചമായി മുന്നിൽ വാ. ശുഭ പാട്ട് തുടരുകയാണ്. രോഗങ്ങളെ തോൽപ്പിച്ച് ആ യാത്ര തുടരട്ടെ. മുകിലത്തെ വേണി കുയിലത്തെ വാണി വാ 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 വാ. മുകിലത്തെ വേണി കുയിലത്തെ വാണി വാ വാ വാ. ജീവശ്വാസം പോലെ ശുഭകരുതിയ സംഗീതം ഒരിക്കൽ നിലച്ചുപോയിരുന്നു. അവിടെ നിന്നാണ് നിശ്ചയദാർഢ്യത്തിൻ്റെ പുതിയ രൂപമായി ശുഭ പാടാൻ തുടങ്ങുന്നത്. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ രാജ്കിറിനൊപ്പം അരുൺ രാജ്, 24. ട്രൂലി പോസിറ്റീവ് സ്റ്റോറിയാണ്. എന്താ പറയുക, വളരെ ഇൻസ്പയർഡ് ആയി പോകുന്ന ഒരു കഥയാണ് ശുഭ രഘുനാഥിൻ്റെത്. ആ ശുഭ രഘുനാഥിൻ്റെ സംഗീതയാത്ര ശുഭകരമായി തുടരട്ടെ.